നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, ഇന്നലെ ദീപാവലി ആഘോഷപൂർവ്വം കൊണ്ടാടിയ എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും അഭിനന്ദനങ്ങളും ആശംസകളും. മറ്റൊന്ന്, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡൻറ്റിൻ്റെ കേരള സന്ദർശനമാണ്. ആ പ്രസിഡൻറ്റിൻ്റെ കേരള സന്ദർശനത്തിനും അതിനോടനുബന്ധിച്ച് ആ മഹദിയുടെ യാത്രയെല്ലാം ഭംഗിയായി കലാശിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ബഹുമാന്യരെ, രണ്ട് ചെറിയ ലോക്കൽ കാര്യം പറഞ്ഞതിന് ശേഷം നമുക്ക് വിഷയത്തിൽ കിടക്കും. ഒന്ന്, ഏതാണ്ട് മാസങ്ങൾക്ക് മുൻപ് നമ്മൾ സിറ്റി ട്രാഫിക് പോലീസ് മേധാവിയോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ഇപ്പോൾ കച്ചേരിപ്പടിയിൽ നിന്ന് വരുന്ന വണ്ടികൾ നോർത്ത് പാലത്തിൽ കയറുമ്പോൾ സാധാരണഗതിയിൽ പീക്ക് അവറിലൊക്കെ ബ്ലോക്ക് ആകാറുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ഒരു പ്രധാന കാരണം SR റോഡ് വഴി വരുന്ന വണ്ടികൾ ഇങ്ങനെ നോർത്ത് പാലത്തിൽ കയറാൻ ശ്രമിക്കുമ്പോഴാണ് അവിടെ ബ്ലോക്ക് ആകുന്നത്. അതിന് പരിഹാരമായിട്ട് SR റോഡിൽ വരുന്ന വാഹനങ്ങളെല്ലാം ഒരു 200 മീറ്റർ അപ്പുറത്ത് ശാസ്ത്ര ടെമ്പിൾ റോഡിൽ തിരിച്ചു വിട്ടാൽ അത് നേരെ മണപ്പാട്ടിപ്പറമ്പ് ഇപ്പോഴത്തെ MES ജംഗ്ഷനിലോ അല്ലെങ്കിൽ ഇപ്പോൾ പോത്തീശ്വരി ജംഗ്ഷനിലേക്ക് വരും. അവിടെ സിഗ്നൽ 4 വശത്തേക്ക് പോകാൻ സിഗ്നലുണ്ട്. ആ സിഗ്നൽ ടച്ച് ചെയ്ത് പോകാൻ ഒരു കുഴപ്പമില്ല. അപ്പോൾ ആ ബ്ലോക്ക് തീരും. അപ്പോൾ അന്ന് അത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താ പറയുന്നത്, പോളിസി മാറ്ററാണ്. അതുകൊണ്ട് കമ്മിറ്റിയിൽ ജില്ലാ വികസന കമ്മിറ്റിയിൽ വച്ചിട്ട് വേണം പറയും. ഓക്കെ, ജില്ലാ വികസന സമ്മതിച്ചതിന് ശേഷം കൂടിയതായിട്ടാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. പക്ഷെ ഒന്നും ആയില്ല എന്ന് തോന്നുന്നത്. കൊച്ചു കൊച്ചു കാര്യങ്ങൾ വരും സർക്കാരിന് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. വലിയ മാറ്റം വരും, അവിടെ ബ്ലോക്ക് തീരും. മറ്റൊന്ന്, ഞാൻ പറഞ്ഞ കൊച്ചു കൊച്ചു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ജഡ്ജസ് അവന്യൂ ഈ MES ജംഗ്ഷനിൽ വന്നിട്ട് ബസ് സെൻറ്റ് സെബാസ്റ്റ്യൻ റോഡ് ഓപ്പണായി കൊടുത്തപ്പോൾ KK റോഡിലേക്ക് കയറാൻ. മറ്റതുപോലെ കലൂർ ജംഗ്ഷനിൽ വന്നിട്ട് റൈറ്റ് എടുത്ത് പോകണം, KK റോഡിൽ കയറി പോകണം. ഇതിപ്പോൾ അല്ല, ജഡ്ജസ് അവന്യൂടെ MES അവിടെ തിരിഞ്ഞ് നേരെ സെബാസ്റ്റ്യൻ റോഡ് വഴി KK റോഡിൽ തുറന്നു കൊടുത്തു. നല്ല സൗകര്യം തന്നെ. പക്ഷെ തുറന്നു കൊടുത്തപ്പോഴും അവിടെ പേരൂർ കനാലിന് കുറുകെ ഒരു പാലമുണ്ട്. ആ പാലത്തിന് 1 മീറ്റർ വെച്ച് 2 സൈഡിലും ബാലൻസ് ചെയ്യും. ബാക്കി റോഡിൻ്റെ അതിങ്ങ് 2 സൈഡും 1 മീറ്റർ വീതി കൂട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ 2 വണ്ടിക്ക് കടന്നു പോകും. ഇത് 2 വഴിക്ക് കിടക്കാൻ പറ്റില്ല, അവിടെ വരും ബ്ലോക്ക് ആകണം. മനസ്സിലാക്കണം. മറ്റൊന്ന്, ലിസി ഹോസ്പിറ്റൽ ജംഗ്ഷനിലേക്ക് പോകുന്ന ബസ് റൂട്ടൊക്കെ വളരെ 5 മീറ്ററോളം ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. ചെറിയ റോഡാണ്. അങ്ങനെ ലിസി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പുതിയ ഘട്ടം 2-3 ഘട്ടങ്ങൾ പുതുക്കി. ലിസി ഹോസ്പിറ്റൽ 2-3 ബ്ലോക്ക് ബഹുനില ഘട്ടം പണിതിരിക്കുക. അവർ കാര്യമായിട്ട് ഒരു വഴിക്ക് വേണ്ടി വിട്ട് സ്ഥലം കൊടുത്തിട്ടൊന്നുമില്ല. പരമാവധി ഒതുക്കി ചേർത്താണ് മതിൽ കെട്ടിയിരിക്കുന്നത്. ഓക്കെ, അവിടെ ഓട്ടോറിക്ഷ പാർക്ക് ചെയ്ത് വരുമ്പോൾ കയറാനുള്ള തിരക്കുണ്ട്. അതിൽ ചെറിയൊരു നിർദ്ദേശം വളരെ ഫലവത്താവുന്നതാണ്. അതായത് ഇപ്പോൾ ലിസി ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ ഓട്ടോറിക്ഷ പാർക്ക് ചെയ്ത് പടിഞ്ഞാട്ട് ഓപ്പണായിട്ടാണ്. അത് നേരെ ഓപ്പോസിറ്റിൽ ഓപ്പണായിട്ട് ആ വീതിയുള്ള ഭാഗത്ത് കൊണ്ട് തുടങ്ങുകയാണെങ്കിൽ അവിടെ കുറച്ച് വീതി കൂടുതലുണ്ട്. ഇത് ജംഗ്ഷൻ തന്നെയാണ്, വീതി കുറവാണ്, എപ്പോഴും ബ്ലോക്കാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയാം, ഇപ്പോൾ റോഡ് അവിടെ ഓട്ടോറിക്ഷ പാർക്ക് ചെയ്തിരിക്കുന്നത് എവിടേക്ക്, കിഴക്ക് പടിഞ്ഞാട്ട് ഓപ്പണായിട്ട് അങ്ങോട്ട് തിരിഞ്ഞാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ ഇറങ്ങി വരുന്ന എല്ലാ ജംഗ്ഷനിൽ നിന്ന് ആൾ കയറും പിടിക്കണം. അവിടുന്ന് കാർ വരും. ഇവിടുത്തെ ആണെങ്കിൽ ബ്രിഡ്ജ്, നമ്മുടെ കാർ ബ്രിഡ്ജൊക്കെ ഉണ്ടല്ലോ അവിടെ, ആ സംവിധാനത്തിലൊക്കെ കാറുകൾ വരുന്നുണ്ട്. ആകെ ബ്ലോക്കാണ്. അത് ആ വാഹനങ്ങൾ പരമാവധി കിഴക്കോട്ട് നീക്കി അത് കിഴക്ക് ദർശനമായിട്ട് വെച്ചാണെങ്കിൽ അവിടെ വന്ന് ആൾക്കാർ കയറി തിരിഞ്ഞ് പോരാണെങ്കിൽ കുറച്ച് പരിഹാരം കിട്ടും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒന്നും നമ്മുടെ ഉദ്യോഗസ്ഥന്മാരും നമ്മുടെ കൗൺസിലർമാരൊന്നും ഒന്നും ചിന്തിക്കുന്നില്ല, ഒരു കാര്യം നോക്കുന്നില്ല. അവർ ആ ബഡ്ജറ്റ് വരുന്ന പണം വെച്ച് റോഡ് നന്നാക്കി ചെയ്യും, അവസാനം അതിന് കമ്മീഷൻ വാങ്ങിക്കാന്നല്ലാതെ വേറെ ഒരു വികസനവും ചിന്തിക്കുന്ന പോലുമില്ല ഈ കള്ളന്മാരെല്ലാം. അതാണ് പറയുന്നത്. ഇതൊക്കെ ചെയ്യാവുന്ന നിസ്സാര കാര്യങ്ങളില്ലേ, ഞങ്ങൾക്കറിയാവുന്ന ഞങ്ങളപ്പം അറിയിക്കുന്നുണ്ട് ഗവൺമെൻറ് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി. ഓക്കെ,
പിന്നെ വേറൊരു കാര്യമുള്ളത്, നമ്മൾ ഈ ഓട്ടോറിക്ഷ സ്റ്റാൻഡ്, ടാക്സി സ്റ്റാൻഡ് ഒക്കെ ഇല്ലേ നിങ്ങൾക്ക്, അവിടെ ലൈസൻസ് എടുത്ത് അല്ലെങ്കിൽ എടുത്താണ് ഓട്ടോറിക്ഷ കിടക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ പെർമിറ്റ് എടുത്താണ് കിടക്കുന്നത്, അല്ലെങ്കിൽ മറ്റേ ടാക്സി കിടക്കുന്നത്. അവിടെ വന്നിട്ട് യാത്രക്കാർ വരുമ്പോൾ അയ്യോ ഞാനിപ്പോൾ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ചില ഓട്ടോക്കാർക്ക് പറയാറുണ്ട് അയ്യോ അങ്ങനെ ഞാനില്ല, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ വരുന്നില്ല. ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ പെർമിറ്റ് എടുത്ത് കിടക്കുന്ന വണ്ടിക്ക് ആര് വന്ന് ഏത് യാത്രക്കാർ വന്നു കയറിയാലും അവരെ കൊണ്ടുപോയി ഇറക്കണം. പക്ഷേ മീറ്റർ അനുസരിച്ച് കാശ് അല്ലെങ്കിൽ ന്യായമായ കൂലി കൊടുക്കണം, അത് വാങ്ങിക്കാം. ചില ഓട്ടോറിക്ഷ പറയുമോ ഞാൻ പോകില്ല എന്ന്, അങ്ങനെ പറയാറുണ്ട്. അവൻ്റെയൊക്കെ കാരണത്തടിക്കുന്ന സമയമാണ്. ഒരിക്കൽ ഞാൻ പോലും വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു ഓട്ടോറിക്ഷ ഈ സാർ ഈ വണ്ടി പോകില്ല വെച്ചു, വണ്ടി എടുക്കടാ, വണ്ടിയിലോട്ട് കയറിയിട്ട് വണ്ടി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പം മുഖത്ത് നോക്കി, അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ആ വണ്ടി എടുത്ത്. അതുപോലെ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴേ ഇപ്പം ഇത് ആലുവയ്ക്ക് പോകുന്ന ബസ് പണ്ട് ഇപ്പം അങ്ങനെയില്ല. കളമശ്ശേരി പ്രീമിയർ ജംഗ്ഷൻ അവിടെ കുറേ നേരം കിടക്കും ആൾ കിട്ടാൻ. അത് കഴിഞ്ഞ് പിന്നെ ആലുവയ്ക്കോട്ട് 5 കിലോമീറ്റർ ഉള്ളൂ. അതൊരു പറപ്പിക്കലുണ്ട്. ഒരു ദിവസം ഇതുപോലെ ഞാൻ കയറി, ഞാനിപ്പോൾ അധികം ബസ്സിൽ പോകുന്നില്ല, വർഷങ്ങൾക്ക് മുമ്പ് വരാം. ഇവരിവിടെ കിടന്ന് ഞാൻ വേണ്ടിയില്ല, കുറച്ച് കഴിയുമ്പോണ്ട് അവൻ പറച്ചപ്പോൾ ഞാൻ എഴുന്നേറ്റിട്ട് ആ ബെല്ല് ഈ വള്ളികെട്ടി ബെല്ലാണ്, ഒറ്റ അടിയാണ് ശക്തമായിട്ട്. അപ്പം അതിലത് അടി കേട്ട് ഡ്രൈവർ തന്നെ വണ്ടി ആക്സിഡൻറ്റ് കാലിൽ നിർത്തി. എടോ ഇത്ര സമയം നിങ്ങൾ അവിടെ കിടന്ന് ഞങ്ങളൊന്നും വേണ്ടിയില്ല, ഈ 10-60 യാത്രക്കാർ ജീവൻ കൊണ്ടാണ് നിങ്ങൾ പന്താടുന്നത് എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലായി. അങ്ങനെ ആരും പറയുമോ? അങ്ങനെ സ്പീഡ് കൂട്ടുമ്പോൾ യാത്രക്കാർ ബലമായിട്ട് പിടിച്ചിരിക്കുമല്ലോ, ഒരു പേടിച്ച്. എടോ നമ്മളെ കഴിവ്, നമ്മുടെ അഭിമാനം, നമ്മുടെ അന്തസ്സും നമ്മുടെ വിവരം അവനെ ബോധ്യപ്പെടുത്തണം, അങ്ങനെ ചെയ്യണം. അത് പറയാൻ കാരണം സെൻറ്റ് റീത്ത സ്കൂളിൽ പ്രശ്നം വന്നപ്പോൾ പല ബുദ്ധിജീവികളും പറഞ്ഞിട്ടുണ്ട്, പല നേതാക്കളും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വേറെ സ്കൂളിൽ പോയിക്കൂടെ, എന്തിനാ അവിടെ പോണത്? എടോ രജിസ്ട്രേഷൻ എടുത്താൽ, ലൈസൻസ് എടുത്താൽ, അല്ലെങ്കിൽ അനുവാദം വാങ്ങി ഒരു സ്കൂൾ നടത്തുകയാണെങ്കിൽ ആ സ്കൂളിൽ ആ അർഹതയുള്ള ഏത് കുട്ടി വന്നാലും ചേർക്കണം, അഡ്മിഷൻ കൊടുക്കണം. അവർക്ക് അവരുടെ ഫോർമാലിറ്റിയിൽ ഫീസ് വാങ്ങിക്കാം, ഫോർമാലിറ്റി യൂണിഫോം പറയാം. തലമറക്കം പാടില്ലെന്ന് പറയുന്നില്ല യൂണിഫോമിൽ, പക്ഷേ യൂണിഫോമിന് അതേ കളറിലായിരിക്കണം പിന്നെ തലമറക്കം തുണി. അത് പല്ലും പറഞ്ഞറിയോ നിങ്ങൾ എന്തിനാ അവിടെ പോയത്? നിങ്ങൾക്ക് പിന്നെ എന്താ വേറെ സ്കൂളില്ലേ, നിങ്ങൾ അടുത്ത സ്കൂളില്ലേ, അല്ലെങ്കിൽ ഇത് പറഞ്ഞു കിട്ടുന്ന സ്കൂളിലെ കോളേജില്ലേ എന്നുണ്ട്. അതൊക്കെ വിവരമില്ലായ്മയാണ്. വിവരമില്ലായ്മ ലക്ഷണം ഞങ്ങളിപ്പോൾ ജീവിച്ചിരിക്കും പറയരുത്, ഞങ്ങൾ സമ്മതിക്കില്ല. അത് എത്ര കാര്യം. ഇപ്പം ഇന്നലെ ഞാനൊരു കാര്യം പറഞ്ഞു, ഞങ്ങളൊരു കാര്യം പറഞ്ഞു, അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് ഇപ്പോൾ ഇന്നൊന്നും പറയുന്നില്ല, ഒത്തിരി പഠിച്ചിടും. കാര്യം ഇപ്പം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് വിശദമായിട്ട് പഠിച്ചിട്ട് വേണം 2 ദിവസം കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞുള്ളൂ. ഇന്ന് നമ്മുടെ ഈ യൂണിഫോമിൻ്റെ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻറ്റും സ്ഥലം MP-യും കാണിച്ച ആ ബുദ്ധി മോശം. അവർ കരുതി കൂട്ടി ചെയ്താന്ന് ഒരിക്കലും നമ്മൾ പറയുന്നില്ല. പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി മാത്രമാണ് ചെയ്തത്, അല്ലാതെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയൊന്നുമല്ല, അതിലൊന്നും ഒരു സംശയമാക്കത്തില്ല. പക്ഷെ അവരാ വിവരമില്ലായ്മ, അറിവില്ലായ്മ UDF എന്തോ ക്ഷീണം ചെയ്തറിയുമോ, മനസ്സിലായോ? പിന്നെ മറ്റൊരു കാര്യം, അവിടെ അവർ സ്വീകരിക്കേണ്ട നിലപാട് അതായിരുന്നോ? ആ കുട്ടിക്ക് എങ്ങനെ സ്കൂളിൽ വരാം, അതിനുള്ള സാഹചര്യം കൊടുക്കല്ലേ വേണ്ടത്. അത് നിങ്ങൾ കൊടുത്തില്ലെന്ന് മാത്രമല്ല, LDF മന്ത്രി ഇടപെട്ട് അത് ഭംഗിയായിട്ട് പന്തവർ കൊണ്ടുപോയിടോ. പിന്നെ ഇതിലോ കാന്തപുരത്തിൻ്റെ പത്രത്തിലേക്ക്, തേജസ്സല്ല മറ്റേ പത്രത്തിലൊക്കെ ലേഖനം എഴുതിയിട്ടുണ്ട്. മുസ്ലിം ലീഗിന് വന്ന് അത് മന്ത്രിയെ സപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു. അതാണ് നമ്മൾ ബുദ്ധിമോശം. നമുക്കറിയില്ല രാഷ്ട്രീയ തന്ത്രം, രാഷ്ട്രീയ ടെക്നിക്ക് അറിയില്ല. എങ്ങനെയോ അവസരം കിട്ടി MP ആയി, MLA ആയി, മന്ത്രിയായി എന്നല്ലാതെ ഒരു അധ്വാനം. ഇപ്പം നമ്മൾ രമേശ് ചെന്നിത്തല അമ്മ ഇന്നലെ ഭരിച്ചു, നമ്മളത് ഉൾക്കൊള്ളുന്നത്. അതൊക്കെ ഒരു അറിയാതെ ആ ഓളത്തിലൊത്ത നിന്ന് പൊങ്ങി വന്ന പോലെയാണ്. 27ാമത്തെ വയസ്സിൽ മന്ത്രിയായി, ഒരു അധ്വാനം ഉണ്ടായില്ല കാരണം അതിൻ്റെ പെറ്റായിട്ട്. അങ്ങനെ ഓരോന്നും അവസരം കിട്ടി ഗ്രൂപ്പ് ഉണ്ടാക്കി പണിയെടുക്കാതെ വളർന്ന് നേതാവായി വലിയ ആളായെന്നുള്ളൂ. ഇപ്പം മുഖ്യമന്ത്രി ശ്രമിക്കും എന്താ കിടന്ന് ഞെരികയും വിജയിച്ചത്. അവിടെയാണ് കഴിവ് വേണം, പണിയെടുക്കണം. പണിയെടുത്ത് പിന്നെ നമ്മുടെ മനസ്സൊക്കെ ഒരു 10 പണിയെടുക്കണം. കാരണം അതിനൊക്കെ പണിയെടുത്തിട്ടുണ്ട്. മുഞ്ഞാണ്ടി കുറേ പണിയെടുത്തിട്ടുണ്ട്. രമേശ് പണിയെടുത്തില്ല എന്നല്ല, ആ മുഖ്യമന്ത്രിയാകാൻ മാത്രമുള്ളതും പുള്ളി ചെയ്തിട്ടില്ല. അതാണ് ഇപ്പോൾ കിടന്ന് വീട്ടിൽ കളി. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് പറഞ്ഞില്ല. പറഞ്ഞു വരുന്നത് ഇപ്പം സതീശൻജി നമ്മുടെ സംഘ് പരിവാറിനെയും ഇടതുപക്ഷത്തെയും കാര്യകാരണ സഹിതം വിമർശിച്ചുകൊണ്ടും
എതിർത്തുകൊണ്ടും അൻവർ രംഗത്ത് വന്നു. കോൺഗ്രസിൽ ചേരാൻ വേണ്ടി അല്ലെങ്കിൽ UDFിൽ ചേരാൻ വേണ്ടി. അൻവർ ചെയ്തത് തെറ്റാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. AICC ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിനെ എതിര് പറയാൻ പാടില്ല ഒരു കാരണവശാലും. തന്നെയില്ല, അങ്ങനെ പാർട്ടിയിൽ വന്ന് ചേരുന്ന ഒരു നേതാവ് എന്നെ ആളായിരിക്കും സ്ഥാനാർത്ഥി. അപ്പോൾ സുരേഷ് ഗോപി മന്ത്രിയുടെ കാര്യം പറഞ്ഞ പോലെ അങ്ങനെ പറയും, തെറ്റാണ്, പറയാൻ പാടില്ല, പാർട്ടിയോട് തീരുമാനിക്കേണ്ടത്. ഓക്കെ, എന്തെങ്കിലുമായിട്ട് അദ്ദേഹത്തെ എടുത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ RS വിരോധം പറഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനമൊക്കെ ആ ഒരു മൂവ്മെൻറ്റ് LDFിൽ ഇപ്പോൾ അത് പോയി. LDFിൽ ഇപ്പോൾ ഏതാണ്ട് പച്ചക്കൊടി കണ്ടുകൊണ്ടിരിക്കുക. സതീഷ് ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ന് അല്ലെങ്കിൽ ഇന്നലെ ബീഹാറിൽ സ്ഥാനാർത്ഥികരണം കഴിഞ്ഞ് ഒക്കെയാണല്ലോ, അവിടെ കോൺഗ്രസിൻ്റെ നോമിനിയായിട്ട് അല്ലെങ്കിൽ ചാർജ് വഹിക്കുന്ന ഒരാളുണ്ട്. ധാരാളം നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ വളരെ അടുത്താളാണ്. അദ്ദേഹം RJയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വാദിച്ചു. അതിൻ്റെ പേരിലൊന്നും അദ്ദേഹത്തെ ഒന്നും പുറത്താക്കിയില്ല, നിന്നില്ല. അദ്ദേഹത്തെ ചാൻസ് ഇപ്പോഴും കൊടുത്തേക്കാണ്. എവിടെയാണത്? അതിനിർണായകമായ ഘട്ടത്തിൽ RJഡിയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി കോൺഗ്രസിൻ്റെ നേതാവ് വാദിച്ചു, അവസാനം ആ സ്ഥാനം വാങ്ങിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്തതിൻ്റെ പേരിലൊന്നും അദ്ദേഹത്തെ പുറത്താക്കിയില്ല, ചേർക്കാനൊന്നുമില്ല. ഇവിടെ സംഘപരിവാർ വിരോധം പറഞ്ഞു വന്ന അൻവറിനെ സതീഷ് എൻജി കൂളായിട്ട് കഴിക്കൽ കൂടാതെ എടുത്തു കളഞ്ഞു പറയുന്ന പോലെ പഴയ ശൈലിയുണ്ട്, ഔട്ടാക്കിയില്ലേ. ഇന്നും സതീഷ് എൻജി പറഞ്ഞ പ്രസ്താവന 100 സീറ്റ് കിട്ടി കോൺഗ്രസ് ഭരിക്കുന്നു. ആയിക്കോട്ടെ, നമുക്ക് സന്തോഷം, നമ്മൾ അതിനുവേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കാതെ തന്നെയാണ്, ഒരു സംശയമില്ല. പക്ഷെ അതത്ര ഈസിയല്ല. അത് ഈസിയല്ലെന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായം ഒന്ന് അകന്ന് പോയതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ. കാരണം അവരിലെ BJP ചായ്വ് കാണിച്ചതിൻ്റെ പേരിൽ അത് ശരിക്കും മുതലെടുക്കാൻ ഈ സതീശൻ ശ്രമിച്ചില്ലെന്ന് മാത്രമല്ല, അതിനുവേണ്ടി ശ്രമിച്ച ആളെ ഒറ്റപ്പെടുത്തി തകർച്ചു കളഞ്ഞു. അതിനൊക്കെ സതീശന് ഈ പാർട്ടിക്കും കോൺഗ്രസിനും കൊടുക്കേണ്ട വില എത്ര വലുതായോ. അതുപോലെ IBയുടെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് അവിടെ ചെന്നിട്ട് കാണിച്ച വിക്രിയ അവന് മൗലിക അവകാശമാണ് ഒരു മുസ്ലിം പെൺകുട്ടിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ തട്ടമിടുക എന്നുള്ളത്. അത് പാടില്ല, നിങ്ങളത് മാറ്റിവെച്ചിട്ട് സ്കൂളിൽ പോകണം, പ്രശ്നം ഒഴിവാക്കണം, ഈ പിന്നെ വർഗീയത ഒഴിവാക്കണം, വർഗീയ സംഘടന ഒഴിവാക്കണം. ഇവിടെ IBയുടെ അല്ലെങ്കിൽ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഈ പിന്നെ വർഗീയത ലഹള ഒഴിവാക്കാൻ വേണ്ടി ഒരു സമുദായത്തിൽ മാത്രമാണ് ബാധ്യമുള്ളൂ. എല്ലാ സമുദായങ്ങൾക്കൊണ്ട്, പ്രത്യേകിച്ച് 2 സമുദായങ്ങൾക്കും ഉണ്ടാവില്ലേ, ഒരു സമുദായം മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്ത് മധ്യസ്ഥ വഹിച്ച് ഇപ്പം തൂറിപ്പോയില്ലേ. എന്താണ് ഇപ്പോഴത്തെ UDFിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ? ലേറ്റസ്റ്റ് ബീഹാർ ഇലക്ഷൻ കഴിയുമ്പോൾ അറിയാം. അതാണ് യാതൊരു തത്വരക്ഷയില്ലാത്ത ഈ കോൺഗ്രസ് നയിക്കുന്ന UDFും അവിടെ രാഹുൽ ഗാന്ധി നയിക്കുന്ന പിന്നെ ഇന്ത്യ മുന്നണി. ആ ഇന്ത്യ മുന്നണി പേരുമായിട്ട് ഒരു കാര്യം ഉണ്ടായില്ല. എന്തുകൊണ്ടാണ് യുണൈറ്റഡ് UPA പ്രോഗ്രസീവ് അലയൻസ്, ഐക്യ പുരോഗമന സഖ്യം എന്നുണ്ടായത് ഉണ്ടല്ലോ. ഈ അഹമ്മദൊക്കെ ഉണ്ടായത്, ഈ അഹമ്മദ് പിള്ളേർ പറയും വാപ്പാരെ ഉപ്പാന്ന് വിളിച്ച് കളിയാക്കി തമാശ പറഞ്ഞ പോലെ UPA ഉപ്പ. ആ ഒരു സംഘടനയ്ക്ക് എന്ത് തടസ്സമായിരുന്നു ആ ഒരു പേരിന്? വായിക്കൊള്ളാത്തൊരു പേരിട്ട് ആ പേര് തന്നെ അങ്ങനെ ഉച്ചരിക്കാൻ പാടില്ലെന്നൊരു പരാതി പറയുന്നു. രാജ്യം ഭരിക്കുന്ന കക്ഷിയുടെ ഒരു പേരിന് ഒരക്ഷരത്തിലൊക്കെ ഒരുപടി അർത്ഥങ്ങളുണ്ട്. ഞങ്ങൾ പോപ്പുലർ ഫ്രണ്ട്, നമ്മുടെ PDP പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി, ആ പ്രയോഗം തെറ്റല്ലേ? ജനങ്ങളുടെ ജനാധിപത്യ പാർട്ടി തന്നെ മലയാളത്തിന്. ജനങ്ങൾക്കല്ല ജനാധിപത്യ മൃഗങ്ങൾക്കുണ്ടോ? ആ പേര് തുടങ്ങിയിട്ട് അതൊക്കെ പൂജ ആവിയായിപ്പോയില്ലേ? മദി സാഹിബ് സുഖം എടുക്കാണ്. അപ്പോൾ ആ പ്രസ്ഥാനം ആവിയായിപ്പോയി, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് തീവ്രവാദം, പിന്നെ ഭീകരവാദം കൊണ്ട് ഒന്നും എടുക്കില്ല. ഏത് പ്രസ്ഥാനത്തെ തകർക്കാൻ അവൻ തീവ്രവാദി അത് പേരിട്ടാൽ മതി, തന്നെ നശിച്ചു പോയിക്കോളും. ഒരാൾക്കൂട്ടത്തെ പിരിച്ചുവിടാണല്ലോ, ടിൻ കളക്ഷനായിട്ട് ടിന്നായിട്ടുണ്ട് ഇറങ്ങിയാൽ മതി. ഏത് ഈ സർക്കസ് പോലെയുള്ള നടത്തുമ്പോൾ ടിന്നായിട്ട് വരുമ്പോൾ ആൾക്കാർ കണ്ടുവന്നവരെ പോകും. അതുപോലെയാണ്. അത് സതീശന് മനസ്സിലായില്ല, കോൺഗ്രസ്സുകാർക്ക് മനസ്സിലായില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് യൂട്ടിലൈസ് ചെയ്ത്, ആ ഒരു വിഷയത്തെ മൂവ്മെൻറ്റ് യൂട്ടിലൈസ് ചെയ്ത്. അത് ഞങ്ങൾ പറഞ്ഞത്, അത് സംഘപരിവാറിന് കളിയിട്ടെന്ന് പറയാൻ കാരണം എങ്ങനെയെങ്കിലും ഇത്തവണ അസംബ്ലി ഇലക്ഷനിൽ UDF അധികാരത്തിലേക്കായിട്ടാണ് അവർ ശ്രമിക്കുന്നത്. അല്ലാതെ മുസ്ലിം ലീഗ് നയിക്കുന്ന ഒരു മുന്നണി അധികാരത്തിലേക്കായിട്ട് ഇവിടെ ആരും കാര്യമായിട്ട് ശ്രമിക്കുക. UDFിലുള്ളവർ തന്നെ കുറച്ച് വിഭാഗത്തെ താല്പര്യമില്ല, പിന്നെ LDFിന് ഒട്ടും താല്പര്യമില്ല.
കേന്ദ്രം ഭരിക്കുന്ന BJPക്ക് താല്പര്യമില്ല. പിന്നെ ഇതെല്ലാം കവിച്ചു വെച്ചാൽ ഇതെല്ലാം മറച്ച് പിന്നെ ഇതിന് എഴിഞ്ഞ് മാറ്റിയിട്ട് വേണം പിന്നെ UDF അധികാരത്തിക്കാരൻ. അതൊരു റിസ്ക്കാണത്, ഒരുപാട് വലിയ ടാസ്ക്കാണത്. ഞങ്ങൾ പറഞ്ഞില്ലേ, അതൊന്നും അറിയാതെ ഈസി വാക്കുറായിട്ടാണ്. ഇപ്പം ശബരിമലയിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം നടത്തിയല്ലോ, കസേര മാത്രമല്ലേ ഉള്ളൂ, എന്ത് ആൾക്കാർ വരാത്തത്? ഇവിടെ നിങ്ങളുടെയൊക്കെ സ്വഭാവം, പാർട്ടിയുടെ ലക്ഷ്യമൊക്കെ വിശ്വാസികൾക്ക് മനസ്സിലാകുന്നുണ്ട്. തന്നെയുമല്ല, ഞാൻ പറഞ്ഞു, കഴിഞ്ഞ അസംബ്ലി പഞ്ചായത്ത് 2 തെരഞ്ഞെടുപ്പുകളിലും ശബരിമലയുടെ ആനുകൂല്യം കിട്ടേണ്ടെന്ന് വില്ലപ്പള്ളി പറഞ്ഞത് ഇപ്പോഴും കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാകുന്നില്ല. അതിനുശേഷം അന്നും ശബരിമല ഉണ്ട്, ഇന്നും ഉണ്ട്. എന്ത് ഈ അസംബ്ലിയിൽ ജയിക്കാത്തത്, എന്ത് പഞ്ചായത്ത് ജയിക്കാത്തത്? മുല്ലപ്പള്ളി പറഞ്ഞല്ലോ, ശബരിമലയുടെ ഇതുകൊണ്ടാണ്, പിന്നെ എൻ്റെ കഴിവ് കൊണ്ടാണ് കിട്ടിയത്. അങ്ങനെ കോൺഗ്രസ് 19 സീറ്റ് കിട്ടിയെങ്കിൽ അത് ശേഷം വന്ന് 2 പഞ്ചായത്തിൽ 2 അസംബ്ലി ഇലക്ഷനിൽ എവിടെ പോയിടത്? ശബരിമല ഒന്നുമില്ല, ഇന്നുമില്ല, ഇപ്പോഴും ഇല്ലേ? അതാണ് നിങ്ങളുടെയൊക്കെ കാഴ്ചപ്പാടും വിലയിരുത്തലും. അതാണ് അത് വലിയ പുതിയ ശരിക്കും മുതലെടുക്കാണ്. അകന്നുപോയ മുസ്ലിം സമുദായത്തിൽ നല്ലൊരു ശതമാനം ഇപ്പോൾ LDF അതിലായിട്ട് നിൽക്കാം. അത് പോകിന് കോർപ്പറേഷൻ ഓഫീസിൽ ഉദ്ഘാടനം, അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞില്ല, വൈപ്പിൽ നിന്ന് പിന്നെ ഫോർട്ട് കൊച്ചിയിലേക്ക് പോകുന്ന കടലിൽ അടിയിലൂടെ പാലം. ഞങ്ങൾ അന്ന് പണ്ട് 50 വർഷം മുമ്പുള്ള സ്വപ്നം 25 വർഷം മുമ്പ് പ്രൊജക്റ്റ് ഇപ്പോൾ കൊടുത്താണ്. അതിപ്പോൾ ഏതാണ്ട് തറക്കല്ലിടാക്ക് തീരുമാനം. അതൊക്കെ അവർക്ക് വലിയ മുതൽക്കൂട്ടല്ലേ? അത് ലീഗിനോ UDFനോ? ഇത്രയും അനുകൂലമായൊരു സാഹചര്യം ഇനി കേരളത്തിൽ UDFന് ഉണ്ടാകാൻ സാധ്യതയില്ല. ആ സാധ്യത പോലും വേണ്ടത്ര യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കഴിവിടെ ആരുടെ കുറ്റം? UDF നേതാക്കളല്ല, പ്രത്യേകിച്ച് കോൺഗ്രസ് ലീഗിൻ്റെ നേതാക്കളല്ല. ബാക്കിയുള്ള കാര്യമായിട്ടില്ലല്ലോ, ഉപയോഗിക്കാൻ പറ്റുന്നില്ല, അറിയില്ല അത്. അതുപോലെ ബീഹാർ ഇലക്ഷനിൽ ഇത്രയും അനുകൂലമായ സാഹചര്യം ഉണ്ടായിട്ടും ബീഹാറിൽ ഇത്തവണ കോൺഗ്രസ് നയിക്കും മുന്നണിക്ക്, അല്ലെങ്കിൽ RJDക്ക് ഭരണം കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതാ പറഞ്ഞത്, ആ ഇന്ത്യ മുന്നണി നയിക്കുന്ന, ഇന്ത്യയിൽ പ്രതിപക്ഷ പാർട്ടി നയിക്കുന്ന നേതാക്കളുടെ ആത്മാർത്ഥതയെ ആൾക്കാർ സംശയിക്കുന്നു, ചോദ്യം ചെയ്യുന്നു. ആത്മാർത്ഥം ഉണ്ടായത് BJP താഴെ ഇറക്കാനാണെങ്കിൽ, അങ്ങനെ ആഗ്രഹം ആത്മാർത്ഥമായിരുന്നെങ്കിൽ, ഞങ്ങൾ പറഞ്ഞ പോയിന്റ് വീണ്ടും പറയുകയാണ്. നമ്മുടെ ആരാണ് ജയപ്രകാശ് നാരായണജി പറഞ്ഞ പോയിന്റില്ലേ, ആ 2 പോയിന്റ് എന്തുകൊണ്ട് എടുക്കുന്നില്ല കോൺഗ്രസ്? ഇപ്പോഴും എടുക്കുന്നില്ല. ബീഹാറിൽ ഇത്രയും അതിനിർണായകമായ ഒരു ഇലക്ഷൻ നടന്നിട്ട് അപ്പോഴും എടുക്കുന്നില്ല. ഒരു വിഭാഗത്തോടുമില്ല, ഒരു വിഭാഗത്തോടുമില്ല. ഇന്ന് ജയശങ്കർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ബാബരി മസ്ജിദ് പൊളിച്ചപ്പോൾ മുസ്ലിം ലീഗിന് നിലപാട് ക്ലിയർ ആയിരുന്നു, രണ്ടായിലൊക്കെ സമ്മതിച്ചു. എന്നിട്ട് പറയാണ് ജമാഅത്ത് ഇസ്ലാമിയായിട്ടുള്ള സഖ്യം കോൺഗ്രസും ലീഗിനും നല്ലതല്ല എന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോൾ കുറച്ച് മുമ്പ് എന്താ പറഞ്ഞത്? സതീശനെ ചില നോട്ടപേക്ഷയെ കുറിച്ചാണ്. ആ സതീഷ് ഇക്കാര്യത്തിൽ ഞാൻ പറയുന്നത്, സതീഷ് എന്ത് ചെയ്ത് ജമാഅത്ത് ഇസ്ലാമിയായിട്ട് സഖ്യം ഉണ്ടാക്കിയാൽ എന്ത് കുറ്റം പറയാൻ പറ്റും? സതീഷ് ഒരു കുറ്റം പറയാൻ പറ്റില്ല. എന്താണ് ജമാഅത്ത് ഇസ്ലാമി ആയതും സതീഷ് ആയതുകൂടെ അല്ല. ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് ഏറ്റവും വലിയ വർഗീയ തീവ്രവാദ ഫാസിസ്റ്റ് സംഘടനയാണ്. ആ സംഘടന ലോകത്ത് ഏറ്റവും വലുത് അവർ പറയുന്നത് നമ്മൾ അംഗീകരിക്കുകയാണ്. ആ സംഘടനയാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത്. പിന്നെ അവിടെ വർഗീയതക്ക് അല്ലെങ്കിൽ പിന്നെ തീവ്രവാദത്തിന് വലിയ വിലയുണ്ടോ, വലിയ അർത്ഥമുണ്ടോ? RSS ഇന്ത്യ ഭരിക്കുമ്പോൾ ജമാഅത്ത് ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ മറ്റേ SDP ഒക്കെ വർഗീയ പാർട്ടിയാണ് എന്ന് പറയുന്നത് വല്ല കാര്യമുണ്ടോ? കോൺഗ്രസിൻ്റെ മണ്ടന്മാരെ, അല്ലെങ്കിൽ ജയശങ്കറിനെ പോലെ മണ്ടവിട്ടികളെ. ഇത് RSS അല്ല ഇന്ത്യ ഭരിക്കുന്നതെങ്കിൽ, കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിൽ, കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്നെങ്കിൽ നമുക്ക് പറയാം. ഇത് RSS ഭരിക്കുമ്പോൾ തികച്ചും ജാതീയത അല്ലെങ്കിൽ അതിൽ തീവ്രവാദമാണ്. പിന്നെ ഫാസിസ്റ്റ് പറയുന്നത് പണ്ട് CPM നേതാവ് പറഞ്ഞു. അതൊക്കെ അഡ്ജസ്റ്റ് ഒരിക്കലോ എന്തുകൊണ്ട് അങ്ങനെയാണ്. അതുകൊണ്ട് അത് അംഗീകരിച്ചു. ഇപ്പം കൈക്കൂലി സർക്കാർ ഓഫീസുകളിൽ അതിങ്ങനെ അംഗീകരിച്ച് എന്ന് പറഞ്ഞ പോലെ അംഗീകരിച്ച്. എന്നിട്ട് ന്യൂനപക്ഷങ്ങളിൽ പ്രസ്ഥാനം ഉണ്ടാക്കുമ്പോൾ അത് വർഗീയമാണ്, തീവ്രവാദമാണ് എന്ന് പറഞ്ഞത് എന്താണ്ടോ ജയശങ്കർ വക്കീലെ, എന്താണ് കോൺഗ്രസ് മറ്റ് നേതാക്കളെ നിങ്ങൾ പറയുന്നതിൽ? ഇതൊക്കെ തെറ്റായ ഇതല്ലേ? ന്യൂനപക്ഷ വർഗീയത നമ്മൾ അനുകൂലിക്കാൻ പാടില്ല, സമ്മതിച്ചു. ന്യൂനപക്ഷ തീവ്രവാദത്തെ അനുകൂലിക്കാൻ പാടില്ല, അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ന്യൂനപക്ഷ തീവ്രവാദമോ വർഗീയതയോ നാടിനാപത്തല്ല.
പക്ഷേ ന്യൂനപക്ഷ വർഗീയത തീവ്രവാദവും വളർന്നാൽ ഭൂരിപക്ഷ വർഗീയത ഉണ്ടാവും, തീവ്രവാദം ഉണ്ടാവും. അത് നാണ്ടാവത്തവും. അപ്പോൾ അതുകൊണ്ട് ന്യൂനപക്ഷ വർഗീയത തീവ്രവാദം പാടില്ല. അതാണ് എൻ്റെ ഫിലോസഫി. അല്ലാതെ മറ്റേ ഈ വിദേശ മലയാളി പറയും പോലെ അല്ല. അതാണ് ഫിലോസഫി. അതാണ്. എന്നിട്ട് ചില പറയും ജമാഅത്ത് ഇസ്ലാമി തുടക്കമില്ല, മറ്റേ പോപ്പുലർ ഫ്രണ്ട് വോട്ട് നിരോധിച്ച പാർട്ടിക്ക് അത് പറഞ്ഞ് തെറ്റാണ്, ആ വാക്ക് പിൻവലിക്കാണ്ടോ. ഇപ്പോൾ ഗവൺമെൻറ് ഫീൽ നിരോധിച്ചപ്പോൾ ആ പ്രസ്താവം ഞാൻ പറയില്ല, പക്ഷെ പറയില്ല. പക്ഷേ STP നിരോധിച്ച STP ഇവരൊക്കെ തീവ്രവാദ പാർട്ടികൾ, ഈ വർഗീയ പാർട്ടികൾ മതി. എന്താ അർത്ഥമുള്ളത്? തന്നെയുമല്ല, ഇന്നലെ നമ്മുടെ സുഹൃത്ത് പറഞ്ഞ കാര്യമുണ്ട്. ഈ അന്ധമായ RSS വിരോധവും അന്ധമായ മുസ്ലിം വിരോധവും രണ്ട് കൂട്ടർക്കും നല്ലതല്ല എന്ന് കുറിച്ച് ഇന്നലെ സംസാരിച്ച് അതിനെക്കുറിച്ച് ക്ലാരിഫിക്കേഷന് വേണ്ടി മെസ്സേജ് കളക്ട് ചെയ്തിരിക്കുക. ഒരുപടി മേഖലയിൽ നിന്ന് മെസ്സേജ് വരുന്നുണ്ട്. അതെല്ലാം ഒന്നുകൂടി ആധികാരികമായിട്ട് ക്രോഡീകരിച്ചിട്ട് വേണം പറയാൻ. അപ്പോൾ 2-3 ദിവസം പിടിക്കും. കാരണം മൺഡേ വൈകിട്ടാവും. അത് പഠിക്കണം ആ വിഷയം. വെറുതെ പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസും ലീഗും ഒക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നാട് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിൽക്കുകയായി. നന്ദി. ജയ് ഹിന്ദ്.